2023 എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കിടിലം മൂവീസും ഒരുപാട് കിടിലം സീരീസ് ഒക്കെ വന്നൊരു കാലമാണ്. ഇപ്പോൾ ഹിന്ദി നോക്കുവാണെങ്കിൽ തന്നെ പത്താൻ, ജവാൻ, ഡങ്കി, തമിഴിലോട്ട് വരുമ്പോൾ ജയിലർ, ലിയോ, തെലുങ്കിലോട്ട് വരുമ്പോൾ സലാർ, അങ്ങനെ ഒരുപാട് കിടിലം ഇൻഡസ്ട്രിയൽ ഹിറ്റ്സ് അല്ലെങ്കിൽ വലിയ കംബാക്സ് ഒക്കെ വന്ന ഒരു വർഷമാണ്. മറ്റുള്ള ഇൻഡസ്ട്രീസ് വലിയ ഡയറക്ടേഴ്സിൻ്റെയും വലിയ ആക്ടേഴ്സിൻ്റെ മൂവിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റുള്ള ചെറിയ ഡയറക്ടേഴ്സ് ആയാലും ചെറിയ ആക്ടേഴ്സ് ആയാലും എല്ലാം നൈസ് മൂവീസ് വന്നിട്ടുണ്ട്. അതും തമിഴിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് കിടിലം മൂവീസ് കണ്ട ഒരു വർഷമാണ് 2023 പറയുന്നത്. ആൻഡ് മോളിവുഡിനെ വെച്ച് നോക്കുമ്പോൾ 2023 200+ മൂവീസ് റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് മൂവീസ് മാത്രമേ ഒരു സക്സസ് റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ ആയാലും ബോക്സ് ഓഫീസ് ആയാലും ഒന്ന് സക്സസ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് മൂവീസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കുറച്ച് മൂവീസിന് മാത്രമേ ആ ഒരു ഇമ്പാക്ട് തരാൻ സാധിച്ചിട്ടുള്ളൂ മറ്റുള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ. സോ അങ്ങനെയായിരുന്നു മലയാളം ഇൻഡസ്ട്രിക്ക് 2023 എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്ലോ പീസിലായിരുന്നു. പക്ഷെ 2024 എന്ന് പറയുന്നത് കംബാക്ക് ഓഫ് മോളിവുഡ് ആണ്. അല്ലെങ്കിൽ മോളിവുഡിനെ തന്നെ വേറെ ലെവലിലേക്ക് അല്ലെങ്കിൽ വേറെ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന മൂവീസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ മൂവീസിന് മാത്രമല്ല ലോക സിനിമയെ തന്നെ ഒറ്റുനോക്കാൻ വയ്ക്കുന്ന തരത്തിലുള്ള മൂവീസും കോണ്ടന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ അതൊക്കെ വരുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതും ചെറിയ സിനിമകളല്ല, എല്ലാം പാൻ ഇന്ത്യൻ മൂവീസ് ആണ്. അതും വലിയ മലയാളത്തിൽ തന്നെ ഏറ്റവും സൂപ്പർ സ്റ്റാർസ് ഒക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പല ജോണേഴ്സിൽ സംസാരിക്കപ്പെടുന്ന മൂവീസ് ആണ് എല്ലാം. കത്തനാർ, അജയന്റെ രണ്ടാം മോഷണം, എമ്പുരാൻ, ആടുജീവിതം, മലൈക്കോട്ടെ വാലിബൻ ആൻഡ് ബ്രഹ്മയുഗം. സോ ഇത്രയും മൂവീസ് മാത്രമല്ല ഒരുപാട് മൂവീസ് ഒക്കെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു വർഷം കൂടിയാണ്. പക്ഷേ ഈ മൂവീസ് ഒക്കെയാണ് മലയാളം ഇൻഡസ്ട്രീനെ വേറെ ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കംബാക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന മൂവീസ് എന്ന് പറയാം. കത്തനാർ എന്ന മൂവിക്ക് റീസെന്റ് വന്ന ഒരു ഗ്ലിംസ് വീഡിയോയിലാണ് ശരിക്കും ആ ഒരു മൂവിയുടെ മേക്കിങ്ങും അല്ലെങ്കിൽ എക്സിക്യൂഷനും അല്ലെങ്കിൽ ആ മൂവി എങ്ങനത്തെ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. ആ ഒരു ഗ്ലിംസ് വീഡിയോക്ക് മുമ്പ് വന്ന മൂവിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റും പോസ്റ്റേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ മൂവിയുടെ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയാണെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. പക്ഷെ ആ ഒരു ഗ്ലിംസ് വീഡിയോയിലാണ് ശരിക്കും ആ മൂവി ഏത് രീതിയിലാണ് മേക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ മൂവിയുടെ ജോണറും അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത്. സോ അത് തന്നെ ഒരു വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ വലിയൊരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പറയാം ഒരു ഒറ്റ ഗ്ലിംസ് വീഡിയോ വെച്ചിട്ട്. അതിലും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഒരു ഗ്ലിംസ് വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അതേ ടൈപ്പ് തന്നെ അതിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഈ മൂവിയുടെ ജോണർ എന്ന് പറയുന്നത് ഹൊറർ ഫാന്റസി പ്ലസ് ഒരു ഫ്ലോക്ക് തീമിലൊക്കെ സംസാരിക്കുന്ന മൂവിയാണ്. ഇതുപോലത്തെ മൂവീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടന്റ്സ് ഒക്കെ നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ മൂവീസിൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഹൊറർ ഫാന്റസി എലമെന്റ് ആണെങ്കിൽ പോലും ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയും ക്യാരക്ടറൊക്കെയാണ്. കടമുറ്റത്ത് കത്തനാർ എന്നൊരു ക്യാരക്ടറിനെ അറിയാത്ത മലയാളീസ് ആരും കാണത്തില്ല. അത് എസ്പെഷ്യലി 90s കിട്ടുന്നൊക്കെ നന്നായിട്ട് അറിയാം. ആ ഒരു കാലത്ത് ഒരു TV സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഈ ഒരു എൻ്റയർ മൂവി സംസാരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് VFX ആൻഡ് ബഡ്ജറ്റ്. സോ ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കിടിലം ഫാന്റസി മൂവീസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ബഡ്ജറ്റും VFXും കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോവാണെങ്കിൽ ആ ഒരു ഔട്ടേ മൂവിക്ക് തരാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു ഗ്ലിംസ് വീഡിയോയിൽ പോലും കണ്ടതാണ് VFX ഷോട്ട്സ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം അടിപൊളിയായിട്ട് ആ ഒരു ടോപ്പ് ലെവലിൽ കാണുന്ന ഓഡിയൻസിന്റെ എക്സ്പീരിയൻസ് വേറെ ലെവലിൽ എത്തിക്കുന്ന രീതിയിലാണ് ആ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അജയന്റെ രണ്ടാം മോഷണം. ഈ ഒരു മൂവിയുടെ ടീസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ ഏത് ലെവലാണ് ഇതിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഈ മൂവി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ ഒരു ജോണർ എന്ന് പറയുന്നത് ഫ്ലോക്ക് ഫാന്റസി ഫിക്ഷണൽ പീരിയഡ് ബേസിൽ വരുന്ന ഒരു മൂവിയാണ്. അതും ഒരു 3Dയിൽ വരുന്ന മൂവിയാണ്. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജിതിൻ ലാലാണ്. ഈ ഒരു മൂവിയിൽ ടൊവിനോയുടെ ക്യാരക്ടറിന്റെ ഒരു 3 ജനറേഷൻസ് ആണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു മൂവിയുടെ മേക്കിങ്ങും ആ ഒരു എക്സിക്യൂഷനും ഏത് ലെവലാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോക്ക് ജോണറിനെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫാന്റസി ഫിക്ഷണൽ പീരിയഡ് ബേസിൽ നടക്കുന്ന സ്റ്റോറിനെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു മലയാളി ഓഡിയൻസിന് മാത്രമല്ല ലോകമെമ്പാടുള്ള എല്ലാവരെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ സോ ആ രീതിയിലുള്ള പ്രസന്റേഷനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൂവി ശരിക്കും 2023 റിലീസ് ചെയ്യാൻ വെച്ചിരുന്നത്. പിന്നീട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് 2024 ആക്കുമായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. വളരെ സമയമെടുത്ത് പതിയൊക്കെ റിലീസ് ചെയ്താൽ മതി. കാരണം എടുത്തു ചാടി റിലീസ് ചെയ്യേണ്ട മൂവി അല്ല ഇങ്ങനത്തെ മൂവീസ് എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ മലയാളം മൂവി അല്ല. വേൾഡ് വൈഡുള്ള എല്ലാവരും മുമ്പിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രി എന്താണെന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ പയ്യെ റിലീസ് ചെയ്യാലും കുഴപ്പമില്ല. പക്ഷെ ആ മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അത്രേ ഉള്ളൂ. അടുത്തത് ആടുജീവിതം. ഒരാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ഇവന്റ്സിനെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ്. ഒട്ടുമിക്ക എല്ലാ മലയാളികളും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്നത്. സോ ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു സ്റ്റോറിയും ആ ക്യാരക്ടറും ആ ക്യാരക്ടർ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്താണ്. സോ ആ ഒരു ബുക്കിന്റെ ലൈവ് ആക്ഷൻ അഡാപ്ഷൻ ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അവർ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടല്ലായിരുന്നു. പക്ഷെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു മൂവി ഏത് ലെവലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ മൂവിയുടെ പ്രസന്റേഷൻ ആയാലും ആ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ മൂവിയുടെ മേക്കിംഗ് ഒക്കെ ഏത് ലെവലാണെന്നുള്ളത്. പൃഥ്വിരാജ് എന്ന ആക്ടറിന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷൻസും പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു ഈ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതും ഡയറക്ടർ ബ്ലസ്സിന്റെ ലൈഫിൽ തന്നെ ഒരു 10 വർഷം ഈ മൂവിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആവുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് മറ്റുള്ള മൂവീസിന് പോലെ മാസ് മസാല ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റോ അല്ലെങ്കിൽ ഒരു ബയോപിക് അങ്ങനത്തെ രീതിയിലല്ല. ആ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണെന്നുള്ളത്. സോ അതുപോലത്തെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു രീതിയിലാണ് മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ചുപേർക്ക് മൂവി ഇഷ്ടപ്പെടാതെ ഇരിക്കാം. കാരണം ഒരു ഫുള്ളി കൊമേഴ്ഷ്യൽ പടമൊന്നും അല്ല. ഒരു റിയൽ ലൈഫ് ഇവന്റ്സിന് അതേപോലെ
കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടീസും അല്ലെങ്കിൽ ആ റിയൽ ലൈഫ് സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരുന്നു ഓഡിയൻസിന് കാണിക്കുന്ന മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു മൂവി എന്ന് പറയുന്നത് സാധാരണ ഒരു മലയാള മൂവിയായിട്ട് ഒതുക്കേണ്ട ഒരു സിനിമയല്ല. ലോകമെമ്പാടുള്ള എല്ലാ ഓഡിയൻസിന്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു മാസ്റ്റർ പീസായിട്ട് മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ഓസ്കാർ ലെവലോട്ട് എത്തിക്കാൻ പറ്റിയ ഒരു മൂവിയും കൂടിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. കാരണം ആ രീതിയിലുള്ള കണ്ടന്റും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മേക്കിങ്ങും പ്രസന്റേഷനുമാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൂവി റിലീസായ ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അന്നത്തെ ഒരു എവർഗ്രീൻ ക്ലാസിക് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു മൂവി വന്നിരുന്നൊക്കെ നമുക്ക് പറഞ്ഞ് അഭിമാനിക്കാം. ഇന്ന് നമ്മൾ അതുപോലത്തെ ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ മൂവി കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഒരുപാട് മൂവീസ് ഒക്കെ ഇപ്പം നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കൾട്ടാണ്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മൂവിയാണ് ആടുജീവിതം. ആൻഡ് അടുത്തത് മലൈക്കോട്ടെ വാലിബൻ. ഈ ഒരു മൂവിയുടെ അനൗൺസ്മെന്റ് വന്ന അന്നോട്ട് എല്ലാവരും മോസ്റ്റ് അവേറ്റഡ് ആണ്. കാരണം ഇത് LJP പടമാണ്. LJP മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം ആ ഒരു ഡയറക്ടറിന്റെ പാറ്റേണും അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന്. സോ ആ ഒരു ഡയറക്ടറിന്റെ മൂവീസ് പറയുമ്പോൾ തന്നെ ഒരുപാട് ഫാൻ ബേസും അല്ലെങ്കിൽ ആ ഡയറക്ടേഴ്സിന്റെ മൂവി സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതും കൂടാതെ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ LJP ആൻഡ് ലാലേട്ടൻ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യത്തെ ഒരു മൂവി. സോ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു മൂവിക്ക് ഇത്രമാത്രം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് LJP പടമാണ്. മറ്റേ എല്ലാ മൂവീസ് പോലെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഒരു ആക്ഷൻ മാസ് മസാല മൂവി പ്രതീക്ഷ എല്ലാ ആൾക്കാർ പോകുന്നത്. LJP പടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും ഒരു പ്രസന്റേഷനൊക്കെ ആയിരിക്കും. സോ അങ്ങനത്തെ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ആ ഒരു LJP പടവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുത്തുള്ളൂ. കാരണം ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അതുകൊണ്ട് തന്നെ മാസ് മസാല അല്ലെങ്കിൽ ആക്ഷൻ മൂവി പ്രതീക്ഷ ആരും തിയേറ്ററിലോട്ട് പോകരുത്. റീസെന്റ് വന്ന ഈ ഒരു മൂവിയുടെ ട്രെയിലർ പോലും നമ്മൾ കണ്ടതാണ്. വേറെ ലെവൽ ഓഫ് ട്രെയിലർ ആയിരുന്നു. ആ ഒരു മേക്കിങ്ങും എക്സിക്യൂഷനും ലാലേട്ടന്റെ ക്യാരക്ടർ പ്രസന്റേഷനും ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് തന്നെയായിരുന്നു. ഓരോ ഫ്രെയിംസും ആ മേക്കിങ്ങും ആർട്ട് വർക്കും എല്ലാം ഓവറോൾ ആ ഒരു ട്രെയിലറിൽ കണ്ടതല്ല നമുക്കൊരു നോർമൽ മലയാളം മൂവി എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു എൻ്റയർ മൂവിയുടെ പ്രസന്റേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു വമ്പൻ കംബാക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ മൂവീസിനും പോലെയും ഇതൊരു മലയാള മൂവിയായിട്ട് ഒതുക്കാൻ പറ്റുന്ന ഒരു മൂവി മാത്രമല്ല, ഇത് എല്ലാവരും മുമ്പിൽ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന മൂവിയിൽ നിന്ന് എല്ലാ ഓഡിയൻസിനും മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മൂവിയും കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു മൂവിയും കൂടിയാണ്. എൻ്റെ മെയിൻ റീസൺ LJP ആൻഡ് ലാലേട്ടൻ്റെ ഒരു വമ്പൻ കംബാക്ക്. നമ്മൾ നേരത്തെ മൂവിയിൽ കണ്ടതാണ് ലാലേട്ടൻ്റെ ഒരു വമ്പൻ കംബാക്ക്. പക്ഷേ എന്നാലും അതൊക്കെ ചെറിയ ഡോസാണ്. ഒരു ശരിക്കുമുള്ള ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ലാലേട്ടൻ എന്നുള്ള ഒരു ആക്ടർ നമ്മൾ ആ ഒരു കംബാക്കായിട്ട് കാണാൻ പോകുന്ന ഒരു മൂവിയാണ് ഈ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മൂവി. ജയിലറിൽ നമ്മൾ കണ്ടതാണ് ഒരു ചെറിയൊരു ഗ്ലിംസ് അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റ് റോള്. സോ അതുപോലെ വേറെ ലെവലായിരുന്നു. സോ നമുക്കറിയാം ആ ഒരു ആക്ടറിന്റെ പൊട്ടൻഷ്യൽ എന്താണ് അല്ലെങ്കിൽ സ്റ്റാർഡം എന്താണെന്ന് നമുക്കറിയാം. സോ ശരിക്കും അത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ റീസെന്റ് കണ്ട ഒരു ലൈൻ ഓഫ് ഫ്ലോപ്പ് മൂവീസിൽ നമ്മൾ ലാലേട്ടനെ കണ്ടതുപോലെ അല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. മൂപ്പര് അപ്പടിയെ വേറെ ട്രാക്കാണ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് അടുത്തത് ബ്രഹ്മയുഗം. ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്ന ഒരു ഫ്ലോക്ക് ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഈ മൂവിയിൽ മമ്മൂക്ക ഒരു വില്ലനായിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തന്നെ ഈ ഒരു മൂവിയുടെ ഹൈപ്പ് എക്സ്പെക്ടേഷൻസും ടോപ്പ് ലെവലായിരുന്നു. ആൻഡ് റീസെന്റ് വന്ന ഒരു ടീസറും കൂടി കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഒരു കംപ്ലീറ്റ്ലി മോണോക്രോമിൽ ഷൂട്ട് ചെയ്ത മൂവി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലോക്ക് ഹൊറർ ബേസ്ഡ് മൂവിയാണ്. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് കിടിലം ഫ്ലോക്ക് ഹൊറർ ബേസ്ഡ് മൂവീസ് ഒക്കെ ചെയ്യാനുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെന്റ് നോക്കുവാണെങ്കിൽ തന്നെ കുമാരി എന്ന് പറഞ്ഞ മൂവി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെ അനന്തഭദ്രം, അങ്ങനെ ഒരുപാട് കിടിലം ഫ്ലോക്ക് ബേസ്ഡ് മൂവീസ് നമ്മൾ മലയാളത്തിലുണ്ട്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിലും ഉണ്ട്. കാരണം ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ നാട്ടുംപുറവും അല്ലെങ്കിൽ ഒരു മന, അവിടുത്തെ ആൾക്കാർ, പിന്നെ അവിടുത്തെ കുറച്ച് സ്റ്റോറി, അവിടുത്തെ ക്യാരക്ടേഴ്സ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിക്ക് അത്രമാത്രം വെയിറ്റിംഗ് ആണ്. കാരണം ഫ്ലോക്ക് ഹൊറർ ബേസ് എന്നൊക്കെ പറയുമ്പോൾ അതും പോരാ അതിന്റെ മമ്മൂക്ക വില്ലൻ ആൻഡ് ഒരു എൻ്റയർ മൂവിയുടെ ഒരു പ്രസന്റേഷൻ ഒക്കെ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതും ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. മലയാള സിനിമ എന്താണെന്ന് ഇന്ത്യൻ സിനിമ അല്ല വേൾഡ് വൈഡ് അറിയാൻ പോകുന്നു അല്ലെങ്കിൽ അവരുടെ മുമ്പിലോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ഒരു മൂവിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എമ്പുരാൻ. നമ്മളിപ്പം ഒരുപാട് സിനിമാറ്റിക് യൂണിവേഴ്സും ഒരുപാട് 2 പാർട്ട് 3 പാർട്ട് മൂവീസ് ഒക്കെ കാണുന്നുണ്ട്. സോ അതിനൊക്കെ മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സോട്ട് ടൈപ്പ് ചെയ്ത് ഒരു വലിയ വെബ് സീരീസ് ആയിട്ട് ചെയ്യായിരുന്നതാണ് ലൂസിഫർ എന്ന് പറയുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ അത് വലിയ രീതിക്ക് വർക്കൗട്ട് ആവില്ലെന്ന് കണ്ടപ്പോഴാണ് പിന്നീട് ആ ഒരു മൂവി ആയിട്ട് ചെയ്തത്. എമ്പുരാൻ എന്ന് പറയുന്ന മൂവി ഒരു വലിയൊരു യൂണിവേഴ്സിന്റെ ഒരു മൂവിയും കൂടിയാണ്. ലൂസിഫർ എന്ന ഒരു മൂവിയുടെ സീക്വലായിട്ട് വരുന്ന മൂവിയാണ്. ലൂസിഫർ എന്ന മൂവി നമുക്കറിയാം ആ ഒരു മൂവി റിലീസായ സമയത്ത് ഉണ്ടാക്കിയ ഓളം എന്തുമാത്രമാണെന്ന്. ഒരു കൊമേഴ്ഷ്യൽ മൂവി, അതുവരെ ഉണ്ടായിരുന്ന മലയാള ബോക്സ് ഓഫ് റെക്കോർഡ്സിനൊക്കെ അടിച്ചു തൂക്കിയ ഒരു മൂവിയാണ്. ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു മൂവി സൃഷ്ടിച്ച ഒരു ഓളം ആയാലും എല്ലാം വേറെ ലെവലായിരുന്നു. സോ ആ ഒരു മൂവിയുടെ സീക്വലായിട്ട് വരുന്ന മൂവി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മൂവിയുടെ ഹൈപ്പും എക്സ്പെക്ടേഷൻസ് ഒക്കെ ടോപ്പാണ്. സോ അതിന്റെ ഒരു സീക്വലായിട്ട് വരുന്ന എമ്പുരാൻ എന്ന് പറയുന്ന മൂവി വരുമ്പോഴും ലൂസിഫർ വന്ന സമയത്ത് എന്തായിരുന്നു നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ആ ഒരു മൂവി ക്രിയേറ്റ് ചെയ്ത ഓളം എന്താണോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് റെക്കോർഡ്സിനെ അടിച്ചു തൂക്കിയത് എങ്ങനെയാണോ, സോ അതുപോലെ തന്നെ എമ്പുരാൻ റിലീസ് ആകുമ്പോഴും അതുവരെയുള്ള എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡ്സിനെ അടിച്ചു തൂക്കുന്നുള്ള കാര്യം ഷുവറാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതിൽ ഒരുപാട് കിടിലം കണ്ടന്റ്സ് ഒരുപാട് കിടിലം സ്റ്റോറി ഉണ്ട്. സോ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നേ ഉള്ളൂ. രാജമൗലി സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പാർക്ക് ഉണ്ട്. ആ ഒരു സ്പാർക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ച കിട്ടത്ത രീതിയിൽ മലയാളം ഇൻഡസ്ട്രി മാറും. സോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും മൂവീസാണ് നമ്മൾ മലയാളം ഇൻഡസ്ട്രീനെ വേറൊരു ലെവലിലേക്ക് കൊണ്ട് എത്തിക്കാൻ വരുന്ന മൂവീസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ പോലും സക്സസ് ആയ മലയാളം ഇൻഡസ്ട്രി വേറെ ലെവലാണ്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റ് മൂവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രി ഏത് ലെവലിൽ പോകുന്നുള്ള കാര്യം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവി ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്ന മൂവി ഏതാണെന്ന് കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.